നമസ്തേ. വ്യക്തിജീവിതം നന്നായാൽ പോരാ, സാമൂഹ്യ ജീവിതവും മഹത്വമാർന്നതാവണം എന്ന് RSS പ്രാന്തീയ ബൗദ്ധിക് പ്രമുഖ് KP രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക സ്കൂളിൽ നടന്ന മഹിളാ ഐക്യവേദി സംസ്ഥാന സമ്മേളനത്തിൽ സമാപന സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ഭാരതീയ സമൂഹത്തിന് വീണ്ടും ഒരു ഉണർവുണ്ടായി. ഭാരതീയ സമൂഹത്തിൽ വീണ്ടും ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ സഭകൾ എഴുന്നേൽക്കാൻ ആരംഭിച്ചു. ഇത് ക്ഷേത്ര നിർമ്മാണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. പരുത്തി കൃഷിയിലൂടെ വമ്പിച്ച ഒരു കാർഷിക വിപ്ലവം നടത്തി അത് വ്യാവസായിക വിപ്ലവമാക്കി മാറ്റി, നൂലുണ്ടാക്കി, തുണിയുണ്ടാക്കി, കയറ്റി അയച്ചുകൊണ്ട് വമ്പിച്ച സമ്പത്തുണ്ടാക്കി. ആ സമ്പത്ത് മുഴുവനും രാജ്യത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി. 300 വർഷങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിലെ ചോണ്ഠി ഗ്രാമത്തിൽ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽ ജനിച്ച പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളിലും വളർന്ന് സ്വന്തമായ കഴിവുകൊണ്ടും പ്രയത്നം കൊണ്ടും മാൾവയുടെ രാജകുമാരിയായി മാറിയ അഹല്യാഭായ് ഹോൾക്കർ അമ്മമാർക്ക് മാതൃകയാകണം. മുഗളന്മാർ തകർത്തെറിഞ്ഞ തെക്ക് രാമേശ്വരം മുതൽ വടക്ക് കാശി വരെയുള്ള മഹാക്ഷേത്രങ്ങൾ പടുത്തുയർത്തുവാനും പരുത്തി കൃഷിയിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക നില ഉയർത്തുവാനും പാവങ്ങളെ സംരക്ഷിക്കാനുമെല്ലാം നടത്തിയ പരിശ്രമങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയുടെയും സംസ്കാര സമ്പന്നതയുടെയും ഭാഗമാണ്. ഉയർത്തെഴുന്നേൽക്കുന്ന നാരീശക്തിയുടെ 3 നൂറ്റാണ്ട് മുൻപുള്ള പ്രകടിത രൂപമാണ് അഹല്യാഭായ് ദേവി. 18 ദിവസം നീണ്ടുനിന്ന കുരുക്ഷേത്ര യുദ്ധം ധർമ്മ അധർമ്മങ്ങളുടെ പോരാട്ടമായിരുന്നു. വിവിധ സന്ദർഭങ്ങളിലായി ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യരും കർണനും കൗരവപക്ഷത്തെ തേര് തെളിക്കുകയുണ്ടായി. ഓരോ സന്ദർഭങ്ങളിലും ധർമ്മ സംരക്ഷകനായ ഭഗവാൻ കൃഷ്ണൻ ഇവരോട് സംവദിക്കുന്നുണ്ട്. ഇവർ ഓരോരുത്തരും ഞങ്ങൾ ധർമ്മത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവരാണ് എന്നും ജീവിതത്തിൽ ധർമ്മം മാത്രമേ അനുഷ്ഠിച്ചിട്ടുള്ളൂ എന്നും വാദിക്കുമ്പോൾ കൃഷ്ണൻ ഉന്നയിക്കുന്ന മറുചോദ്യം, നിങ്ങൾ അനുഷ്ഠിച്ച ധാർമ്മിക ജീവിതം ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? സ്വന്തം സ്വാർത്ഥതയ്ക്കും ഇഷ്ടാനിഷ്ടങ്ങൾക്കും കുടുംബ താല്പര്യങ്ങൾക്കും വേണ്ടിയായിരുന്നില്ലേ എന്ന ഉദാഹരണങ്ങൾ നിരത്തി മറുചോദ്യം ഉന്നയിക്കുകയാണ്. അപ്പോൾ അവർക്ക് തെറ്റ് മനസ്സിലാകുകയും ഇത് നേരത്തെ ഞങ്ങളെ ബോധ്യപ്പെടുത്താമായിരുന്നില്ലേ എന്നും പറയുന്നുണ്ട്. സ്വാർത്ഥ ജീവികളല്ല, സാമൂഹ്യ ജീവികളാകണം എന്ന സന്ദേശമാണ് കൃഷ്ണൻ നമുക്ക് ഏവർക്കും നൽകുന്നത്. അത് തന്നെയാണ് നാരീശക്തിക്കും ചെയ്യാനുള്ളത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.